അങ്ങനെ ഇന്ന് അടുപ്പിച്ചൊരു 4-5 ദിവസത്തിന് ശേഷം ചെറിയൊരു വെയിൽ വന്നിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. തീരെ വെയിലില്ലാതെ ഒരു 4-5 ദിവസത്തിന് ശേഷം വന്നൊരു മഴ ഒഴിഞ്ഞു നിന്ന ഒരു കുറച്ച് വെയിൽ വന്നൊരു ദിവസമായിരുന്നു ഇന്ന്. ഒന്ന് മുറ്റത്തോട്ടൊന്ന് ഇറങ്ങി. ഇവിടെയാണെങ്കിൽ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെടിയൊക്കെ വന്നിട്ടുണ്ട്. ഒരു തൈ വാങ്ങി വെച്ചതായിരുന്നു. പക്ഷേ അടുത്ത കുറച്ചപ്പുറത്തെ വീട്ടുകാരൊരു പോത്തിനെ കൊണ്ട് കെട്ടിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്തായിരുന്നു കൊണ്ട് കെട്ടിയിരുന്നത്. അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ ഈ ക്യാപ്സിക്കത്തിൻ്റെ ചെടി ഫുള്ള് ഈ പോത്ത് തിന്നിട്ട് നശിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു ആ വടി പോലത്തൊരു ഒരു തണ്ട് അത് മാത്രമാണ് അവശേഷിച്ചത്. ഇല ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കളയാൻ പോയതായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, ആ എന്താ പറയുക, ആ വടി പോലുള്ള ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ കൊമ്പ്, അപ്പോൾ അതിലൊന്ന് മുടങ്ങാതെ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടെന്നറിയില്ല. അപ്പോൾ അന്ന് ഞാനൊരു മഹാഗണിയുടെ ഒരു ചെടി ഇതുപോലെ നട്ട് വളർത്തി. അത് ആർതൊന്നും നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇതുപോലെ ഒരു കൊമ്പ് മാത്രമേ ബാക്കിയുണ്ടായുള്ളൂ. പക്ഷെ അതിൽ ഞാൻ മുടങ്ങാതെ ഒരു കുറച്ച് നാൾ വെള്ളം ഒഴിച്ചപ്പോൾ പുതിയ ഇല പൊട്ടി മുളച്ചിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു ഉമ്മാനോട്, ഇങ്ങനെ വെള്ളം ഒഴിക്കണം. എന്തായാലും അത് വിജയം കണ്ടു. ഇപ്പോഴേ ഈ കാണുന്ന രീതിയിലായിട്ടുണ്ട്. ഇത് ഒറ്റ ഇലയില്ലാണ്ട് ആ പോത്ത് തിന്ന് നശിപ്പിച്ചതായിരുന്നു. ഇതിൽ ഒരു ക്യാപ്സിക്കം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു അപ്പുറത്തൊരു ചെറുത് ഒന്നും കൂടി ഉണ്ടായിട്ടുണ്ട്. ഒരു വലുതും ഒരു ചെറുതപ്പം ഉള്ളത്. പിന്നെ മൊട്ട് ഇട്ടിട്ടുണ്ട്. ഒരു 2-3 മുട്ടകൾ കാണാനുണ്ട്. പക്ഷേ ഇത് എന്താണെന്നറിയില്ല. നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു വലിപ്പം കാണാമല്ലേ ഈ ക്യാപ്സിക്കത്തിന്. അത് കുറച്ച് കഴിയുമ്പോൾ വലിപ്പം വയ്ക്കുമെന്ന് അറിയില്ല കേട്ടോ. മുമ്പ് ഇതുപോലെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ പുതിന ഉണ്ടായിരുന്നു. അപ്പോൾ അതിലും തുടക്കത്തിൽ ചെറിയൊരു ഇലയായിരുന്നു. ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒന്ന് വലുതായത്. അപ്പോൾ അതുപോലെ ഇതും കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന വലിപ്പത്തിൽ ആകുമെന്നാണ് വിചാരിക്കുന്നത്. അതിന് കണ്ട് അറിയേണ്ട കാര്യമാണ്. എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞങ്ങൾ ക്യാപ്സിക്കത്തിൻ്റെ ഒരു ഇത് നടന്നത്. ഇതിലിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ചാഞ്ഞ് കിടക്കുകയായിരുന്നു കുറച്ച് ദിവസം മുമ്പൊക്കെ. അപ്പോൾ ചാഞ്ഞ് പോകാതിരിക്കാനായിട്ടൊരു അപ്പുറത്തൊരു കമ്പ് കെട്ടി വെച്ചിട്ടുണ്ട്, താങ്ങായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു ചെമ്പരത്തി ചെടിയുടെ കൊമ്പ് തന്നെയാണ് വെട്ടിയിട്ട് താങ്ങായിട്ട് കെട്ടി വെച്ചിട്ടുള്ളത് ഈ ക്യാപ്സിക്കത്തിന്. കാരണം ഇതിലിപ്പോൾ ക്യാപ്സിക്കം വലുതായി വരുന്നുണ്ടല്ലോ, മാത്രമല്ല വേറെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വെയിറ്റ് കാരണം ഈ ക്യാപ്സിക്കത്തിൻ്റെ ചെടി കൂടുതൽ ചരിഞ്ഞ് വളഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു താങ്ങായിട്ട് ഒരു കമ്പ് കെട്ടി നമ്മളോട് ചേർത്ത് കെട്ടി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ വേറെ മുട്ടകൾ അടുത്തുണ്ടായി കാണുന്നുണ്ട്. ഒരു 2-3 മുട്ടകളൊക്കെ ഉണ്ടായി കാണുന്നുണ്ട്. പക്ഷെ അതെല്ലാം കായാവോ എന്ന് അറിയില്ല.